പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളെ ഒരു കുട്ടിനെങ്കിലും നമുക്ക് അല്ലാഹു തആല മക്കളെ തന്നാൽ ഒരു കുട്ടിനെങ്കിലും മുതഅല്ലിമാക്കണം. അത് നമ്മളെ തലക്കുമ്പുറത്ത് ഓതാനാണ്. ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ താഴ്ന്ന് എണ്ണിയാലും 5-ാമത്തെ ആളാണ്, മേലെന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 5-ാമത്തെ ആളാണ്. പ്രത്യേക ആനുകൂല്യമൊന്നുമില്ല, ഇതിലിങ്ങനെ പോകാം. താഴ്ന്ന് ഇങ്ങോട്ട് മേലെന്ന് എണ്ണിയാലും 5-ാമത്തെ ആളാണ്, മേലെന്ന് കീഴ്പോട്ട് എണ്ണിയാലും 5-ാമത്തെ. സെൻട്രൽ ഫോർവേഡാണ് ഞാൻ പേരിൽ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കുട്ടിയാന്നുള്ള അതുമില്ല, ചെറിയ കുട്ടിയാന്നുള്ള അതുമില്ല. ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. അള്ളാഹു ഹൈറാക്കട്ടെ, ഞാൻ അപ്പം ഇരിക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെ മക്കൾ ഒരു കുട്ടിനെങ്കിലും നമ്മൾ ഖുർആൻ ഹാഫിളാക്കുക, മുതഅല്ലിമാക്കുക. ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ 100 വീട്ടുകാരുണ്ടെങ്കിൽ ഓരോ വീട്ടിലും ഒരു കുട്ടിനെ നമ്മൾ ദർസിലാക്കുക. എല്ലാ വാപ്പാരോടും ഉമ്മാരോടും ഞാൻ പറയുന്നത്, ഒരു കുട്ടിനെങ്കിലും ദർസിലാക്കണം. ആ കുട്ടി നമുക്ക് ഉപകരിക്കും. ആ കുട്ടി നമുക്ക് ദുനിയാവിലേക്കും ഉപകരിക്കും, ആഖിറത്തിലേക്കും ഉപകരിക്കും. നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ, നമ്മളെ ഖബറിങ്ങൽ ഓതാൻ. എൻ്റെ അപ്പ എപ്പോഴും പറഞ്ഞേനി, എൻ്റെ തലക്കുമ്പുറത്ത് ഓതാൻ ഒരു കുട്ടിനെ ഞാൻ പറഞ്ഞയച്ചിക്കണ്. ഒരു കുട്ടിനെ മുതഅല്ലിമാക്കിയതിനെ പറ്റി. അതാ അല്ലാഹു റബ്ബി. എൻ്റെ മക്കളെ കൂട്ടത്തിൽ 2-ാമത്തെ കുട്ടിയുണ്ട്. SSLC കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംശയം, ഇവൻ എൻ്റെ ലൈനിൽ നിന്ന് കിട്ടാതെ ആകുമോ. 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ അങ്ങനെയാണ്. മൂത്തോൻ എന്തായി, ഖുർആൻ ഹാഫിളായി, ഇപ്പൊ ഇക്കൊല്ലം സക്കാഫിയായി. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖൈർ നൽകട്ടെ. മക്കളെ കൊണ്ടൊക്കെ എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അല്ലാഹ്. 2-ാമത്തെ മകനുണ്ട് ഇസ്മായിൽ. അങ്ങനെ ആ 10-ാം ക്ലാസ്സിൽ ഇങ്ങനെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇവനെ ഞാൻ പിടിച്ചു കൊടുത്ത് കിട്ടാതെ ആകുമോ. അപ്പോഴാണ് നമ്മളെ ബാർക്കവി ഉസ്താദ് കെയർ ഓഫിൽ അജ്മീർക്ക് ഒരു സിയാറത്ത് പോകുന്നുണ്ട്. ഞാൻ മെല്ലെ ഓനെ കമ്പം പിടിപ്പിച്ചിട്ട് ഇവരെ കൂട്ടത്തിലാണ് കൂട്ടിക്കൊടുത്തത്. ഓനെന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ആ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ബാർക്കവി ഉസ്താദിൻ്റെ കൂട്ടത്തിൽ അജ്മീർക്കുള്ള യാത്രയല്ലേ സാർ, ആ അജ്മീർ യാത്രയിലാണ് കൂട്ടിക്കൊടുത്തത്. അല്ലാഹു റബ്ബി. അജ്മീർ ഖാജ തങ്ങൾക്ക് അങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും എല്ലാ ദുആയിലും ബാർക്കവി ഉസ്താദ് ദുആയിരുന്നു. എന്ത് പഠിച്ചോൻ, ഈ കുട്ടി കൂറ്റമ്പാറ ഉസ്താദിന്റെ കുട്ടിയാണ്, ഓനെ ചെറിയ ആലിമാക്കാൻ, മുതഅല്ലിമാക്കാൻ. അത് നമ്മൾ തമ്മിലുള്ള ഒരു മഹബത്താണല്ലോ. ഞാൻ ഉസ്താദിനോട് പ്രത്യേകം വിളിച്ചിട്ട് എൻ്റെ മകണ്ട് എന്നൊന്നും പറയാൻ നിന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു പരിഗണന വേണ്ട, കേക്ക് മൊത്തം. അല്ലാഹു റബ്ബി. അജ്മീർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നുകാണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഓതാൻ പോവുകയാണ്. അൽഹംദുലില്ലാ. +2 കഴിഞ്ഞപ്പോൾ മോനിക്ക് മർക്കസിൽ ഇതുണ്ടല്ലോ, നമ്മളെ നോളജ് സിറ്റിയിൽ അഡ്വക്കേറ്റ് സക്കാഫി. അപ്പോൾ ഓൻ അതിന് പഠിക്കണം എന്നാണ്. ഇപ്പം അൽഹംദുലില്ലാ പൊന്മള ഉസ്താദ് അതുപോലത്തെ മഹാന്മാരൊക്കെ അവിടെ ദർശനുണ്ട്. ആ ശരീഅത്ത് കിതാബിൽ അതിലുണ്ട്, ലോ കോളേജിൽ അതിലുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരണം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മക്കളെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഓതാൻ പറഞ്ഞേക്കാൻ